ഒരു അച്ഛൻ തൻ്റെ മകനോട് ആപ്പിള് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. മകൻ പോയി ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ആപ്പിൾ ഇരിക്കുന്നുണ്ട്, 2 ആപ്പിൾ ഇരിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയായ മകൻ 2 ആപ്പിളും എടുത്തു കൊണ്ടുവന്നു. ഒന്നാമത്തെ ആപ്പിള് അച്ഛൻ്റെ മുന്നിൽ വെച്ച് കടിച്ചു, എന്നിട്ട് ചവച്ചരച്ചു. അച്ഛൻ പറഞ്ഞു, മറ്റേ ആപ്പിൾ എനിക്ക് തരൂ എന്ന് പറഞ്ഞു. കുട്ടി മറ്റേ ആപ്പിളും എടുത്തു, കടിച്ചു, ചവച്ചരച്ചു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻക്ക് അതിയായിട്ടുള്ള ദേഷ്യം വന്നു. 2 ആപ്പിൾ ഉണ്ട്, ആ 2 ആപ്പിളും കടിക്കേണ്ടതില്ലല്ലോ, ഒന്ന് ഉപയോഗിച്ചിട്ട് മറ്റൊന്ന് എനിക്ക് തരാമായിരുന്നു. രണ്ടും എന്തായാലും ആപ്പിൾ മൊത്തം ഈ കുട്ടി കഴിക്കില്ല, ചെറിയ കുട്ടിയാണ് എന്ന് വിചാരിച്ച് അച്ഛൻ അവനെ വളരെയധികം ശകാരിച്ചു, ചെറിയ അടിയൊക്കെ കൊടുത്തു. ആ സമയത്ത് അടി കിട്ടി വേദനയിൽ നിൽക്കുമ്പോൾ ആ കുട്ടി ഒരു ആപ്പിൾ, ഇടത്തെ കയ്യിൽ ആപ്പിൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഈ ആപ്പിളാണ് മധുരമുള്ളത്, ഇത് അച്ഛൻ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ആ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ഈ കുട്ടി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ കുട്ടി എന്താണ് ചെയ്തത്? എനിക്ക് കഴിക്കേണ്ട ആപ്പിള് നോക്കുകയും അതിനേക്കാൾ മധുരമുള്ളത് താൻ സ്നേഹിക്കുന്ന അച്ഛന് വേണ്ടി കൊടുക്കാനാണ് ആ ചെറിയ കുട്ടി ശ്രമിച്ചത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ നാം പെരുമാറുന്നത്? നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവരെന്തിനു വേണ്ടി ചെയ്യുന്നു എന്നറിയാതെ, അത് നോക്കാതെ നമ്മൾ ആദ്യം റിയാക്ട് ചെയ്യുന്നു. ആദ്യം അടിച്ചതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുക, മോനെ എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോസ് എടുത്ത്, ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ, ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്ത് ഇതിന് ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നാലോചിച്ച്, പ്രതികരിക്കേണ്ടതുണ്ടോ എന്നാലോചിച്ച് പ്രതികരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം ഒന്നും കൂടെ മനോഹരമാകും. നല്ലൊരു രക്ഷിതാവായി, നല്ലൊരു അധ്യാപകനായി, നല്ലൊരു വ്യാപാരിയായി, നല്ലൊരു മനുഷ്യനായി നമുക്ക് മാറാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.